ദുബായിക്കുള്ള ഒരു വിസ ഒത്തുകിട്ടാൻ സാധ്യതയുണ്ട്. അത് നടന്നാൽ അമ്മാവൻ എന്നോടുള്ള സമീപനം മാറ്റും. അതുവരെ അയാളെ വെള്ളം കുടിപ്പിക്കുക. രാഘവേട്ട, സത്യത്തിൽ എന്റെ അമ്മയ്ക്ക് അവകാശമുള്ള 5 ഏക്കർ തെങ്ങുംപുരയിടം അയാൾ കൈവശം വെച്ചിരിക്കുന്നു. അതും അതിന്റെ പലിശയും കിട്ടാതെ എന്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല. രാഘവേട്ടൻ ഇരിക്കും, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ പറയാം. അപ്പൊ ഈ കാപ്പിയുടെ കാശ് ഞാൻ കൊടുക്കണം അല്ലേ? ഇല്ലേ, ഞാൻ നേരെ അങ്ങോട്ടില്ല. നിങ്ങൾ രണ്ടാളും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അവിടുത്തെ കാര്യം നീ ഏറ്റു, ഇവിടുത്തെ കാര്യം ഞങ്ങൾ ഏറ്റു. ശരി. ഒരാളെ അന്വേഷിച്ചു പോയിട്ട് അയാളെയും കാണാനില്ല. ഇതിപ്പോ ആരോട് ചോദിച്ചാലേ വഴി മനസ്സിലാവുക. അതിപ്പോ തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കുള്ള വഴി അവനറിയാം. പറഞ്ഞു കൊടുക്കണേ. നമസ്കാരം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും, അതിലേ പോകരുത്. ഇടത്തോട്ട് പോകുമ്പോൾ ഒരു 2 ഫർലോങ് പോകുമ്പോൾ വീണ്ടും വലത്തോട്ടൊരു വഴി കാണും, അതിലെ 3ാമത്തെ വീടാണ് തങ്കപ്പൻ നായരുടെ വീട്. താങ്ക്സ്. ശരി. പാവം, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ. ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്രേ. ആളുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നീ എന്തിനാ വെറുതെ ജപ്തിയുടെ കാര്യമൊക്കെ ഇവരോട് പറയുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. സ്ഥിതിക്ക് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. ഒന്ന് ചോദിച്ചോട്ടെ, അല്ല തങ്കപ്പൻ നായരെ പറ്റി ആണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മകളെ പെണ്ണ് കാണാൻ പോവാണേ. ചെറുക്കൻ ഗൾഫിലാ. ദാരിദ്ര്യവാസികളുടെ ഇടയത്തിന് കാണേണ്ട കാര്യം ഇവനില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ. തങ്കപ്പൻ നായർ എന്നെ എല്ലാ സത്യവും നിങ്ങളോട് പറയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട. വെറുതെ സ്വത്തുവരെ അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പൻ നായരെ എന്നെ തുറന്നു പറയും. ഓഹോ, പോകാം. ശരി. അങ്ങനെ താങ്ക്സ്. ഇന്നത്തെ സ്ഥിതിക്ക് 1 ലക്ഷം രൂപയെങ്കിലും അമ്മാവും ഉടൻ കെട്ടേണ്ടി വരും. ഈ ഇൻകം ടാക്സുകാർ കണ്ണു വെച്ചാ പിന്നെ പോക്ക. ചതിച്ചല്ലോടാ അച്യുതാ. ഈ കരിഞ്ചന്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും ഒന്നും അവന്മാർ പിടിക്കൂല. പാവപ്പെട്ട കൃഷിക്കാരന്റെ മെക്കെട്ട് കയറിക്കോളും. പാവപ്പെട്ട കർഷകനല്ലല്ലോ അമ്മാവൻ. കള്ളപ്പണം ഒത്തിരി ഉണ്ടെന്ന് അവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മാവ, ഒറ്റ വഴിയേ ഉള്ളൂ. ഉള്ള സ്വത്ത് എല്ലാം കടത്തിലാണെന്നങ്ങ് പറഞ്ഞേക്കണം. കാല് പിടിക്കേണ്ടെന്നാ മടിക്കണ്ട. ഈ വക കാര്യത്തിൽ നിന്ന് അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല അമ്മാവ. അവർ വരുന്നു. അമ്മ ഒരു കാര്യം ചെയ്യണം, ആ മോതിരവും മാലയൊക്കെ ഓരി തന്നാട്ടെ. ഞാൻ വെച്ചോളാം, നീ പൊക്കോ. അവന്മാര് പുറത്തു പോകുന്നവരെ അമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മായി നന്ദിനി പുറത്തു വരാൻ നോക്കണം. നമസ്കാരം. നമസ്കാരം. വരൂ. വരണം സാർ, വരണം സാർ. അങ്ങോട്ടേ. നമസ്കാരം. അങ്ങോട്ടിരിക്കാൻ. മിസ്റ്റർ തങ്കപ്പൻ നായരല്ലേ? അതെ. എന്താണാവോ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല, പോകുന്ന വഴിക്കൊന്ന് കയറിന്ന് മാത്രം. ഇൻകം ടാക്സ് ഇങ്ങനെ പറയൂ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു കെട്ടിടം പണിയാൻ ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും, ഇല്ലേ? മുത്തശ്ശന്റെ കാലത്ത് പണിതാ. ഇതാ ഇപ്പൊ ഒരു ശാപമായത്. ഇതൊന്ന് വൃത്തിയായിട്ട് തൂത്തു തുടയ്ക്കാൻ ഒരാളെ വെക്കാൻ പോലും ഇന്ന് ശേഷിയില്ല. അയ്യോ, അതെന്ത് പറ്റി? കേസും കോടതിയും, കോടതിയും കേസും ഒക്കെ കടത്തിലായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പിന്നെ വിട്ടുമാറാത്ത ഈ ചുമയും. പറമ്പിലൊക്കെ ധാരാളം കൃഷിയുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ഒക്കെ കാണാനേ എനിക്ക് വിധിയുള്ളൂ. പറമ്പ് മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുക. കുട്ടികളെ ഒന്നേ ഉള്ളൂ, മകളാ. അവളുടെ ചികിത്സയ്ക്ക് തന്നെ വേണം മാസാമാസം നല്ലൊരു തുക. കുട്ടിക്ക് എന്താ അസുഖം? ഇന്നതൊന്നുമില്ല. എന്നാ പിന്നെ ആരോഗ്യമൊന്നുമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, മാറിയേക്ക്. കുടിക്കാ പോയി തൊലയിട്ടില്ല. ഇപ്പൊ എങ്ങനെയിരിക്കുന്ന അമ്മാവ?
ഒരു അത്യാവശ്യം വന്നപ്പോ അച്യുതൻ വേണ്ടി വന്നില്ലേ? അത് പിന്നെ അങ്ങനല്ലേ അച്യുതാ. നിന്റെ അച്ഛനെ കൊനഷ്ട ബുദ്ധിയും സൂത്രപ്പണിയൊക്കെ നിനക്കും കിട്ടാണ്ടിരിക്കുവോ? നീ അപ്പുറത്ത് ചെന്ന് കാപ്പിയും പലഹാരവും എല്ലാം കഴിച്ചിട്ട് പോയാ മതി. ചെല്ലേ. ഓ